നമസ്കാരം. വോൾട്ട ഇലക്ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോതമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സോളാർ എഡ്ജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻവേർട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഈ കാണുന്ന സോളാർ എഡ്ജിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 2023 മെയ്യോടുകൂടി ഈ ഒരു പ്ലാന്റ് വർക്കിംഗ് അല്ല. ഒരു വർഷക്കാലത്തോളമായിട്ട് ഈ ഇൻവേർട്ടറിന് കംപ്ലൈൻറ്റ് ആകുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിപ്പോൾ വരുന്നത്. ആദ്യം വന്ന സമയത്ത് ഇൻവേർട്ടറിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നു. ഇൻവേർട്ടർ റീപ്ലേസ് ആയി വന്നു. ഇൻവേർട്ടർ റീപ്ലേസ് ആയി വന്നിട്ട് നമ്മൾ പുതിയ ഇൻവേർട്ടറിലേക്ക് മാറ്റി വെച്ചു. അപ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ സൈറ്റിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫ്യൂസ് രണ്ടും പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തുള്ള. അതേപോലെ തന്നെ SPDക്കും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ് നമ്മളിപ്പോൾ അതിൻ്റെ സൈറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന കേബിൾ ഉണ്ടോ, നമ്മുടെ DC കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ സപ്ലൈ വരാതിരുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നമ്മൾ ട്രയൽ ഇട്ടേക്കാണ്. രാവിലെ തൊട്ട് നമ്മൾ AC കേബിളിൽ അതായത് 1.5 ട്രയലിന് വേണ്ടി മാത്രം ഇട്ടേക്കണം. 1.5ൻ്റെ AC കേബിളിൽ നമ്മൾ പാനലിൽ നിന്ന് ഈ സോളാർ എഡ്ജിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റിമൈസേഴ്സ് ഉണ്ടാവും ഇൻവേർട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവേർട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റിമൈസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റിലേക്ക് നമ്മൾ എത്തിയത്. ഈ കേബിൾ ഇട്ടിപ്പോൾ നമ്മൾ കറൻ്റ് പ്ലാന്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഒരു 11 മണിയായപ്പോൾ തൊട്ടാണ് ഇട്ടേക്കണേ. ഏകദേശം ഒരു 5 യൂണിറ്റ് 6 യൂണിറ്റിൻ്റെ അടുത്ത് കിട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 യൂണിറ്റിൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ക്ലാമ്പ് ഇടുവാണെങ്കിൽ തന്നെ ഇവിടെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 1.2 ആംപിയർ ഇവിടെ DC ഉണ്ട്. അതിൽ AC പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ 6 ഫേസിൽ ഏകദേശം 2 ആംപിയറിൻ്റെ അടുത്താണ് വരുന്നത്. എങ്ങനെ പോയാലും ഒരു കിലോവാട്ടിൻ്റെ അടുത്താണ് പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്ഥാപിച്ച ഏതെങ്കിലും ഒരു ഇൻവേർട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ സോളാർ എഡ്ജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏതെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിപ്പോൾ മൊത്തം കേബിളും DC കേബിളും മൊത്തം റീപ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ DC കേബിൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എർത്തിങ് ചെയ്യുന്നുണ്ട്. DC കേബിൾ നമ്മൾ അപ്പാറിൻ്റെ കേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കേബിളിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സൈറ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊക്കെ പുതിയ പ്ലാന്റുകൾ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കണ്ടോളൂ. ഗുഡ് ബൈ.